ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എഡ്യൂക്കേഷണലും ഫണ്ണുമായിട്ടുള്ള ഒരു നല്ല അടിപൊളി പ്രോജക്റ്റ് നമുക്ക് ചെയ്യാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെയുള്ള ഒരു അരിപ്പ പാത്രം വേണം. അരിപ്പ പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഇതുപോലെ ഹോളായിട്ടുള്ള പാത്രം മതി. പിന്നെ വേണ്ടിയത് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇത്രയും വെള്ളം എടുക്കണം. ആ പാത്രത്തിൻ്റെ മുക്കാലിൽ കവിഞ്ഞുള്ള വെള്ളം ഇത് കണ്ട ഇതേപോലെ നമുക്ക് മുകളിലോട്ട് ശകലം വരണം. ഒത്തിരിയായി വരരുത്. നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ട്രിപ്പ് ചെയ്യുന്നതൊക്കെ എടുക്കണം. പിന്നെ വേണ്ടിയത് നമുക്കിങ്ങനെ പയറാണ്, ചെറുപയർ. ഞാൻ ചെറുപയർ കൊണ്ടാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. പല നമ്മൾ കടലയോ എന്ത് വേണമെങ്കിലും ഇട്ടാലും ഇതുപോലെ വരും. പിന്നെ വേണ്ടിയത് നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോട്ടിലാണ്, സ്പ്രേ ബോട്ടിൽ. ഇത് നല്ല ഫണ്ണാണ്, പിള്ളേർക്കും എല്ലാവർക്കും നല്ല ഫണ്ണായിരിക്കും ഇത്. അപ്പം നമുക്ക് ഇതേപോലെ ചെറുപയറെടുത്ത് ഇതിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തിടാം. നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാകും. കണ്ടോ, വെള്ള ശകലമുണ്ട്. അതിലേക്ക് നമുക്ക് ഇതേപോലെ നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിടാം. ഇതും കൂടി ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ പാത്രം നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് ഫോർക്ക് നല്ല തീയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ കുത്തിയാൽ മതി. അപ്പോൾ അത് ചെറിയ ചെറിയ ഹോളുകളായിട്ട് നിങ്ങൾക്ക് കുത്തിയെടുക്കാം. അതിലും വേണമെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ പേപ്പർ ഒന്നിട്ട് നമ്മളിത് ചിലർ പേപ്പറൊക്കെ ഇട്ട് ഇതുണ്ടാക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കാർബൺ ഉള്ളതാണ്, അത് പോയിസണും ആകാനായിട്ട്. നമ്മൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് എല്ലാം റെഡിയായത് നിങ്ങൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ എവിടെ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്കിനി പോർച്ചിൽ വെക്കണേ അങ്ങനെ വെക്കാം, പുറത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. എവിടെ വെച്ചാലും ഇത് വളരും. നിങ്ങൾ ഉള്ളിൽ തിങ്ങി രാവിലെയും വൈകിട്ടും ഇതേപോലെ വെള്ളം സ്പ്രേ ചെയ്യണം. ഇത് കണ്ടോ, ഇപ്പോൾ അതിന് ജീവൻ വെക്കാൻ തുടങ്ങി. 1 ദിവസം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, അത് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ മാറ്റി ഒഴിക്കണം, അല്ലെങ്കിൽ മണം വരും. പിന്നെ അതുപോലെ സ്പ്രേ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം 4 ദിവസമായി, ഡേ 4 ആയി. എന്ത് ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. ഇപ്പോൾ 6ാമത്തെ ദിവസമാണ് ഇത്. ഇതുകൊണ്ട് നമുക്ക് പല പല സംഗതികളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് എഗ്ഗ് ഓംലെറ്റ് ഉണ്ടാക്കാൻ നല്ലതാണ്. സൂപ്പിൻ്റെ അകത്ത് ഇടാം, പരിപ്പിയാറിൻ്റെ അകത്ത് ഇടാം. അങ്ങനെ ഇഷ്ടമുള്ള സംഗതികളെല്ലാം നിങ്ങൾക്ക് ഇതിടാം. ഞാൻ ഇന്ന് ഒരു ഓംലെറ്റ് ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഇതിൻ്റെ റൂട്ട് കണ്ടോ, ഇതുപോലെ ഇരിക്കും. കണ്ടാൽ നമുക്കിനി ഇതിൻ്റെ ലീഫൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് സാലഡിൻ്റെ അകത്ത് ഇടാനും നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ ഒരു പിടി നമ്മൾ എടുത്തിട്ട് നമുക്ക് സിസേഴ്സ് കൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വേറെ സംഗതികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേറെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ഇല നമുക്ക് തീരെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം തീരെ ചെറുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. ഇഞ്ചിയാണ് ചിരണ്ടി ഇട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ ഒരു നുള്ള് നമുക്കതിലിട്ടാൽ മതി. അതുപോലെ മുട്ടയും ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് ഇതെല്ലാ സംഗതികളും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്കെടുക്കാം. 2 ടേബിൾ സ്പൂണ് ഷ്രെഡഡ് കോക്കനട്ട് ഇടുക. പിന്നെ വേണ്ടത് നമുക്ക് ശകല ഉപ്പും ഇട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ചൂടായ പാനിലേക്ക് നമുക്കിത് ഒഴിക്കാം. ഇത് പാൻ ചൂടായിട്ടുണ്ട്. 3/4 ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് പരത്തുക, നല്ലതായിട്ടൊന്ന് പരത്തുക. അതിൻ്റെ അടിഭാഗം നല്ലതായിട്ടൊന്ന് ഉറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിടാം. ഇതേപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ ചെടിയും നട്ടു, ഇലയും പറിച്ചു, ഓർഗാനിക് ഇലയും പറിച്ച് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടും ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ നൗ. ഇത് കണ്ടോ, ഞാനിത് പിള്ളേർക്ക് വേണ്ടിയിട്ട് അരിപ്പ സ്പൂണിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു ഫൺ പ്രോജക്റ്റായിട്ട് പിള്ളേർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഇത് 3 ദിവസമേ ആയിട്ടുള്ളൂ ഞാനിത് പ്ലാന്റ് ചെയ്തിട്ട്.